ഹിസ്റ്ററി ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 7 ഓഗസ്റ്റ് 2020 നമ്മുടെ കേരളത്തിൽ 2 അപകടങ്ങളാണ് ഉണ്ടായത്. ഇടുക്കി രാജമലയിലെ അപകടവും പിന്നെ കരിപ്പൂർ വിമാനത്താവളത്തിലെ അപകടവും. ആദ്യം തന്നെ ഇവിടെ രണ്ടിടത്തും മരിച്ച എല്ലാവർക്കും ആദരാഞ്ജലികൾ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ആ വിമാനാപകടത്തെക്കുറിച്ചാണ്. വിമാനാപകടത്തെക്കുറിച്ച് വിദഗ്ധന്മാർ പറയുന്നത് വിമാനത്തിന് ഏതൊരു തരത്തിലുള്ള തകരാറുകളും ഇല്ലായിരുന്നു എന്നാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ക്യാപ്റ്റൻ കൺട്രോൾ റൂമിലേക്ക് നിർദ്ദേശം പറയുമായിരുന്നു എങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിന് പ്രശ്നം ഉണ്ടായിരുന്നെന്ന്. അങ്ങനെ ഒരു മെസ്സേജ് ഒന്നും കൺട്രോൾ റൂമിന് കിട്ടിയിട്ടില്ല എന്നാണ് അവിടുന്ന് അവരറിയാൻ കഴിയുന്നത്. റൺവേയിൽ ഇറങ്ങുന്നതിന് മുമ്പ് കൺട്രോൾ റൂമിൽ നിന്ന് നിർദ്ദേശം നൽകും. റൺവേ ഓക്കെയാണ്, ഫ്ലൈറ്റ് ഇറങ്ങാം എന്നുള്ള നിർദ്ദേശം കൊടുക്കും. അതും നിർദ്ദേശവും പൈലറ്റിന് കിട്ടിയിരുന്നു. അപ്പോൾ കാലാവസ്ഥയുടെ വ്യതിയാനമാണോ എന്നും അറിയില്ല. പിന്നീട് കിഴക്ക് ഭാഗത്തുള്ള ഒരു റൺവേയിലായിരുന്നു ഈ ഫ്ലൈറ്റ് ഇറങ്ങേണ്ടിയിരുന്നത്. പക്ഷേ ഇറങ്ങിയത് വേറൊരു റൺവേയിലായിരുന്നു. അതെന്തിനാണ് പൈലറ്റ് പെട്ടെന്ന് മാറ്റിയത് എന്നുള്ള ഇത് നമുക്ക് എന്താണെന്ന് അറിയില്ല. അതിനെക്കുറിച്ച് ഇതിൻ്റെ അവസാനം വന്ന വാർത്തകളിലെല്ലാം നമുക്ക് അറിയാൻ പറ്റിയത് ഇതിൻ്റെ ബ്ലാക്ക് ബോക്സ് ലഭിച്ചിട്ടുണ്ടെന്നാണ്. അത് ഡീകോഡ് ചെയ്താൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ. അതുവരെ നമുക്ക് എന്താ കാര്യങ്ങൾ എന്നുള്ള ഊഹങ്ങൾ മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. നമ്മൾ ഈ കരിപ്പൂർ വിമാനത്താവളത്തിലെ അപകടത്തിൽ എന്നെല്ലാം കേട്ടത് അതൊരു ടേബിൾ ടോപ്പ് റൺവേ ആണെന്നാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ വീഡിയോ തന്നെ ഒട്ടുമിക്ക പേർക്കും അതിനെക്കുറിച്ച് അറിയാമായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ചൊന്ന് നോക്കാം. കുന്നിൻ മുകളിലെ നിരപ്പായ പ്രദേശത്ത് നിർമ്മിക്കുന്ന റൺവേ ആണ് സാധാരണയായി നമ്മൾ ടേബിൾ ടോപ്പ് റൺവേ എന്ന് പറയുന്നത്. ഒരു ടേബിളിൻ്റെ ടോപ്പ് പോലെ തന്നെയാണിത്. ഇത്തരം റൺവേയിൽ ചുറ്റും താഴ്ചകളായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോട് മാത്രമേ ഇവിടെ ലാൻഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ വിമാനങ്ങൾക്കെല്ലാം. ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയൊരു അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാം. അതുകൂടാതെ ലാൻഡിങ്ങിനിടയിൽ റൺവേ താഴെയുള്ള സമതലത്തിൻ്റെ അതേ നിരപ്പിലാണെന്നുള്ളൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ നമ്മുടെ പൈലറ്റിന് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ടേബിൾ ടോപ്പ് റൺവേ എന്ന് പറയുന്നത്. ഇത് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമാണ്. പൈലറ്റുമാർക്ക് ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒരുപോലെ വെല്ലുവിളി നിറഞ്ഞ വിമാനത്താവളങ്ങളിൽ ഒന്നായിട്ടാണ് ഈ കരിപ്പൂർ വിമാനത്താവളത്തെ കരുതുന്നത്. ഇത്തരം എയർഫീൽഡുകളിലേക്ക് വിമാനം പറത്താനും ഇറക്കാനും അധിക കഴിവ് തന്നെ പൈലറ്റുമാർക്ക് വേണമെന്നുള്ള കാര്യമാണ്. കരിപ്പൂരിനും മംഗലാപുരത്തിനും പുറമെ ഇപ്പോൾ പുതുതായി വന്ന കണ്ണൂർ എയർപോർട്ടിനെയും ടേബിൾ ടോപ്പ് റൺവേയുടെ ഗണത്തിൽപ്പെടുത്തുന്നതാണ്. ഒരു പൈലറ്റിനെ സംബന്ധിച്ച് ലാൻഡിങ്ങിൽ ഏറ്റവും ശ്രമകരമായ ഒരു എയർപോർട്ടാണ് കരിപ്പൂർ. ടേബിൾ ടോപ്പ് റൺവേകളിൽ വിമാനം ഇറക്കുക എന്ന് പറയുന്നത് പൈലറ്റുമാർക്ക് വളരെയധികം വെല്ലുവിളി നേരിട്ട ഒരു കാര്യമാണ്. രാജ്യത്ത് പലയിടത്തും ഇതുപോലുള്ള അപകടങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. 2010 നടന്ന മംഗലാപുരം ദുരന്തമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തം എന്ന് പറയുന്നത്. കരിപ്പൂരിൽ ലാൻഡിംഗ് ശ്രമകരമായതിനാൽ ഇവിടെ ലാൻഡ് ചെയ്ത് പരിചയം നിലനിർത്താനായി വിമാന കമ്പനികൾ പൈലറ്റുമാരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നിയോഗിക്കാറുണ്ട്. വിമാന കമ്പനികൾ ലാൻഡിങ് ചെയ്യുന്ന സമയത്ത് ഇത് സഹ പൈലറ്റിനെ ഏൽപ്പിക്കരുത് എന്ന് പറയുന്ന ചുരുക്കം ചില എയർപോർട്ടുകളിൽ ഒന്നാണ് ഈ കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ടേബിൾ ടോപ്പ് റൺവേയുടെ കാര്യങ്ങൾ. ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി എത്തുന്നവരേക്കും ഇറ്റ്സ് മീ കാർത്തിക് സൈനിങ് ഔട്ട്.